നമസ്കാരം. രാവിലെ ആറന്മുള അമ്പലത്തിൽ പോയി തൊഴുതു. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കാര്യം പറയണമെന്ന് തോന്നി. നമുക്കൊക്കെ പ്രശ്നങ്ങൾ വരും, വലിയ വലിയ പ്രശ്നങ്ങൾ, അല്ലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. നമ്മൾ വളരെ പിരിമുറുക്കത്തിൽ ടെൻഷൻ അടിച്ച് നടക്കുന്നവരാണ് പലപ്പോഴും പല കാര്യങ്ങളിലും. അതിൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ നമ്മൾ ഉരുവിടേണ്ട ഒരു മന്ത്രമുണ്ട്. അത് ഋഷിവര്യന്മാർ പറഞ്ഞു തന്ന മന്ത്രമൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയ മന്ത്രമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഉറക്കെയോ ചില കടുപ്പിച്ചോ പറയേണ്ട ഒരു മന്ത്രമാണ്. പോവാൻ പറ മയിര്, ഇതിനേക്കാൾ വലിയ പ്രശ്നം മനു കണ്ടു, ഇതാ എന്നെ ഒരുത്തിനും ഒരു ഊമ്പൽ ഊമ്പത്തില്ല. മയിരന്മാർ അമ്മാരുടെ പാട്ടിന് പോട്ട് എന്ന് പറഞ്ഞ് 10 പ്രാവശ്യം പറഞ്ഞാൽ ആ പ്രശ്നത്തിനൊരു ആ പിരിമുറുക്കത്തിനൊരു അയവ് വരും. എന്താ പറയേണ്ടത്? നമ്മൾ മനു എന്ന് ഞാൻ എൻ്റെ പേര് വെച്ച് പറഞ്ഞാൽ, എന്നെ ഒരുത്തിനും ഒരു മൈരും ചെയ്യത്തില്ല. ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടായിട്ടും എന്നെ ഒന്നും ഒരു മൈരും ഒരുത്തിനും ചെയ്തിട്ടില്ല. വരുന്നത് വരട്ടെ എന്ന് പറയുമ്പോൾ പ്രശ്നത്തിന് പല പ്രാവശ്യം പറയുമ്പോൾ ഒരു അയവ് വരും. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള സുഹൃത്തുക്കൾ. ഒരു പ്രശ്നം വന്ന് പറയും, അയ്യോ അത് വലിയ പ്രശ്നമാണ് എന്ന് പറയുന്ന തെണ്ടികളുടെ അടുത്ത് പോകരുത്. നല്ല പ്രബലന്മാരായ ആത്മവിശ്വാസമുള്ള നല്ല സുഹൃത്തുക്കൾ അടുത്ത് ഷെയർ ചെയ്യുന്നതല്ലായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി, ഒരു കാരണവശാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ മദ്യപിക്കുകയോ മറ്റ് ലഹരികൾ ഉപയോഗിക്കുകയോ ചെയ്യരുത്. മദ്യപിച്ചാൽ, അല്ലെങ്കിൽ മദ്യപിച്ച ടെൻഷൻ കുറയ്ക്കാൻ ശ്രമിച്ചാൽ, അടുത്ത ദിവസം ആ മദ്യത്തിൻ്റെ ഹാങ് ഓവറിലുള്ള പിരിമുറുക്കവും പിന്നെ ഈ പ്രശ്നത്തിൻ്റെ പിരിമുറുക്കവും ഡബിളാവും. വളരെ പച്ചയായിട്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം. പച്ചയായിട്ട് അഭിമുഖീകരിച്ചാൽ പെട്ടെന്ന് സോൾവ് ആവും. തന്നെയല്ല, നമ്മൾ പ്രവർത്തിക്കും, ബുദ്ധി പ്രയോഗിച്ച് പ്രവർത്തിക്കും. നല്ല സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്ത് കൗശലം മെനഞ്ഞ് പ്രവർത്തിച്ച് നേരിടണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിജയിക്കാം. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. അതുകൊണ്ട് അസഭ്യമൊന്നുമില്ല ഈ മന്ത്രത്തിന്. അസഭ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകുന്ന, ഇത് നമുക്ക് ഗുണമുണ്ടാകുന്ന, മറ്റുള്ളവരെ കേൾക്കുകയല്ല നമ്മൾ പറയുന്നത്. നമ്മൾ സ്വയം ഇരുന്ന് നമ്മുടെ സ്വകാര്യതയിൽ പറയുന്ന തെറിയാണ്. പാമ്പറ മയിര്, എന്നെ ഒരു കുന്തും ഒരു മൈരനും ചെയ്യത്തില്ല എന്ന് 10 പ്രാവശ്യം പറയണം. 10 100 പ്രാവശ്യം പറയണം. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. പിന്നെ ഈശ്വര വിശ്വാസമുള്ളവരാണെങ്കിൽ അമ്പലങ്ങളിൽ പോയി കുറേ നേരം ഇരുന്ന് ജപിക്കണം. ജപിക്കുമ്പോൾ കുറച്ച് അയവ് വരും നമുക്ക്. എല്ലാ പ്രശ്നങ്ങളും ഒരു 24 മണിക്കൂർ 48 മണിക്കൂർ അതിൽ കൂടുതൽ നമ്മുടെ മനസ്സിനെ മതിക്കത്തില്ല. അത് കഴിയുമ്പോൾ അതിന് അയവ് വരും, അതിന് എന്തെങ്കിലുമൊക്കെ പരിഹാരം വരും. പക്ഷേ ആ പ്രശ്നം വരുമ്പോൾ ധൈര്യപൂർവ്വം നിലനിൽക്കണമെന്ന് മാത്രം. കുറച്ച് ടെൻഷൻ ആർക്കും വരും. അത് എത്ര കഠിന ഹൃദയർക്കും എത്ര ധീരന്മാർക്കും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഒരു പിരിമുറുക്കവും ടെൻഷനും ഒക്കെ വരും. പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് അതിനകത്തുനിന്ന് വിടുതൽ ചെയ്യാം. അപ്പോൾ നാളെ തൊട്ട് നിങ്ങൾ എൻ്റെ ഈ മന്ത്രം ഉരുവിടണം. നന്ദി, നമസ്കാരം.